ധനുഷ് നമ്മൾ ഇത്രയും ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ലൈക്ക് ഒരു സ്റ്റാറാണ്. ഐ മീൻ ജസ്റ്റ് ഒരു സ്റ്റാർ അല്ല, ലൈക്ക് ഈസ് എൻ അമേസിങ് ആക്ടർ. സോ പുള്ളിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സീൻസ് ഒക്കെ കുറച്ച് നെർവ് റാക്കിംഗ് ആയിരുന്നു. പിന്നെ ഇവർ ഫ്രണ്ട്സും ആണ്. അത് പക്ഷെ അവിടെ അതൊരു മാറ്റർ അല്ല. പക്ഷെ പുള്ളി അത് പറഞ്ഞു തരുന്ന ചില സീൻ അവർ ഇങ്ങനെ ഫേസ് ഇങ്ങനെ ഇത് ചെയ്യേണ്ട, ജസ്റ്റ് ലുക്ക് ചെയ്ത് ഡയലോഗ് മാത്രം പറഞ്ഞാൽ അപ്പം ചില കാര്യങ്ങളൊക്കെ. പക്ഷെ നമുക്ക് ചിലപ്പം ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ചിലപ്പോൾ തോന്നും. ഇപ്പം നമ്മളായിട്ട് ഇങ്ങനെ കുറേ ഡ്രിൽ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം തന്നെ ഇപ്പോൾ റെക്കോർഡിങ്ങിൽ തന്നെ ഒരു ലൈൻ നമ്മൾ പാടി ചിലപ്പോൾ നമുക്കത് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അത് പിന്നെയും നമ്മളായിട്ട് ഇങ്ങനെ ചിലപ്പോൾ ഡ്രിൽ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് ഷേക്ക് ചെയ്യും. അപ്പോൾ അതുപോലെ ചില മൂമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അല്ലെങ്കിൽ മൊത്തത്തിൽ ദേ മെയ്ഡ് മീ ഫീൽ റിയലി കംഫർട്ടബിൾ. ആ ഒരു അല്ലാത്ത സീൻസിലൊക്കെ ഡയറക്ടർ എന്നെ ഓൾമോസ്റ്റ് ജസ്റ്റ് ചെയ്യാൻ വിട്ടിട്ടുണ്ട് കുറേയൊക്കെ. അപ്പോൾ പുള്ളിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സീൻസ് ഒരു 4-5 സീൻസ് ഉണ്ട് അങ്ങനെ. പിന്നെ ഒരു ടുവേർഡ്സ് ദി എൻഡ് ക്ലൈമാക്സ് ആ ഫൈറ്റ് സീനൊക്കെ വന്നപ്പോഴത്തേക്കും കംഫർട്ടബിൾ ആയി. സെറ്റിൽ വരുമ്പോ ക്യാരക്ടർ പിടിച്ചിരിക്കുകയായിരുന്നു. സെറ്റില് ക്യാരക്ടർ അല്ല, വീട്ടിൽ പോകുമ്പോഴായിരുന്നു ക്യാരക്ടർ. ഒരു ഫസ്റ്റ് ഹാഫ് ആരും അറിയില്ല ഞാനൊരു ഇങ്ങനെ ഈവിൾ അല്ലെങ്കിൽ വില്ലൻ ആണെന്നുള്ളതിന് ആരും അറിയില്ല. പക്ഷെ മൊത്തത്തിലുള്ള ഒരു മുരടത്തനം എന്നാണ് ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ പിടിച്ചു പോകും. ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത എനിക്ക് തന്നെ അങ്ങനെ, ഐ മീൻ എത്രയോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന് തന്നെ അങ്ങനെ സംഭവിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത നമ്മൾ അതിൽ തന്നെ നിൽക്കണം എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ ചിലപ്പോൾ ആയി പോകുന്നതാണത്.